ഈ അഖിൽ മാരാരെ പോലുള്ള ആളുകളുണ്ട്. 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. എന്നിട്ട് ഈ അഖിൽ മാരാരെ പോലുള്ള ആളുകളാണ് ഈ പ്രതികൾക്ക് വേണ്ടി വാതോരാതെ ഇങ്ങനെ സംസാരിക്കുന്നത്. അതിജീവിതമാരെ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ അഖിൽ മാരാർ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ വിന്നറായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. ചെറിയ കുട്ടികളടക്കം അതിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഒരാൾ വന്ന് പറയുമ്പോൾ അത് തൊണ്ടകൊള്ളാതെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ അതിജീവിതമാരെ ഇത്തരത്തിൽ സ്ലട്ട് ഷെയിം ചെയ്യുമ്പോൾ ഈ പ്രതികൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന ഈ അഖിൽ മാരാരെ പോലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണ്? വളരെ അപകടകരമാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പൊ വേറൊരാളുണ്ട്, ഒരു അതായത് ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്ന ഒരു പയ്യൻ, എന്താണ് തൊപ്പി. അവൻ്റെ ഒരു 30 മിനിറ്റ്സിനകത്തൊരു പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ എത്ര തെറി അതിൽ വരുന്നുണ്ടെന്ന് ആലോചിച്ചു നോക്കണം. അതൊന്നും കണ്ടിട്ടില്ലേ? റീൽസ് എത്ര തെറിയാണ് അതിൽ പറയുന്നത്. ഇത് കേൾക്കുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇയാൾ ഇത്രയും വലിയ ആളല്ലേ, ഇയാൾ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന രീതിയിൽ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ ആ രീതിയിൽ ഒരു ചിന്ത ഉണ്ടാവും എന്നുള്ളത് വളരെ അപകടകരമായ കാര്യം തന്നെയാണ്. അത് നമുക്ക് നിർത്താൻ നമുക്ക് സാധിക്കില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സോഷ്യൽ മീഡിയ ആ രീതിയിൽ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു വ്യക്തി എന്ത് പറയുന്നു എന്നുള്ളത് അത് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതുകൊണ്ട് സാധിക്കും. ഈ എന്താ പറയുക, ബോയ്ക്കോട്ട് ക്യാമ്പയിൻസ് പോലുള്ള കുറെ ക്യാമ്പയിനുകൾ വരുമ്പോൾ, ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞതാണ്, ഇന്ന ആള് ബോയ്ക്കോട്ട് ക്യാമ്പയിൻ ഇട്ടിട്ടുണ്ട്, ഞാനും ഇടാൻ പോവാ. അപ്പൊ സ്വന്തമായിട്ട് അവരുടെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് അവരത് അതിനകത്ത് തെറ്റും ശരിയും മനസ്സിലാക്കാൻ നിൽക്കുന്നില്ല. അവര് ചെയ്തു, നമ്മളും ചെയ്യണം. ഇന്ന് ഒരു ഇതിറങ്ങിയിട്ടുണ്ട്, അതായത് ഇത്ര ആളുകളാണ് അതിജീവിതനെ സപ്പോർട്ട് ചെയ്തത്. അതിജീവിതയുടെ സപ്പോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം ഈ ഫേസ്ബുക്ക് പേജ് ഷെയർ ചെയ്താൽ മാത്രമാണ് സപ്പോർട്ട് ആവുന്നു എന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ജീവിതക്കൊപ്പമാണ് അവൾക്കൊപ്പമാണെന്ന് സ്റ്റോറി ഇട്ടില്ല, അതൊക്കെയാണ് ഇതിനകത്ത്. എനിക്കതൊന്നും ആസ് എ പേഴ്സൺ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്.